ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രിസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ SCERT ന്യൂ സിലബസ് പ്രകാരമുള്ള സോഷ്യൽ സയൻസിലെ 3ാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വരിക. അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളിന്ന് രാഷ്ട്രവും ഗവൺമെൻറ്റും എന്ന 6ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇവിടെ ഒരു പാരഗ്രാഫാണ് തന്നിരിക്കുന്നത്. ജസ്റ്റ് നമ്മൾ ഇതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാണ് പോകുന്നത്. അപ്പോൾ SCERT എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ഇപ്പോൾ പണ്ടത്തെ പോലെ ക്വസ്റ്റ്യൻ ആൻസർ മാത്രം വെച്ചിട്ട് നമുക്ക് SCERTയിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ എവിടെ നിന്നാണ് സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻ വരുന്നതെന്ന് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആദ്യം പറഞ്ഞു പോകും. ഇനി ഒരു വീഡിയോ ഈ ഓരോ ചാപ്റ്ററിലെയും ഉണ്ടാകും. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ വെച്ചിട്ടായിരിക്കും ആ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ക്ലാസ്സുകൾ ആരംഭിക്കുന്നു. ഈ ഒരു പാരഗ്രാഫ് നമുക്ക് വായിച്ചു പോകാം. പുറത്തു പോകാൻ അവസരം കിട്ടിയാൽ ആദ്യം എന്ത് ചെയ്യണമെന്നാണ് ഓരോ ആളിൻ്റെയും ആഗ്രഹം എന്നതിനെക്കുറിച്ച് ഞങ്ങൾ ചർച്ച നടത്തിയിരിക്കുന്നു. പുറത്തു പോയി മിസ്റ്റർ വോസനെ കാണാനാണ് ഡാഡിക്ക് ആഗ്രഹം. പീറ്ററിന് ടൗണിൽ പോയി സിനിമ കാണണം. എനിക്ക് സ്വാതന്ത്ര്യം എന്നത് തന്നെ വലിയ ആനന്ദമായി തോന്നുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് തന്നെ ചിന്തിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഒന്നെനിക്കറിയാം, എല്ലാറ്റിലും അധികം ഞാൻ ഇഷ്ടപ്പെടുന്നത് ഞങ്ങളുടേത് മാത്രമായ ഒരു വീടും സഞ്ചാര സ്വാതന്ത്ര്യവുമാണ്. പിന്നെ എൻ്റെ സ്കൂളും പഠനവും. ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. ഞാൻ ഈ ഭാഷയെ സ്നേഹിക്കുന്നു. ഇവിടെ തന്നെ ജോലി ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പം ഇത് ഒരു ഡയറി കുറിപ്പാണ്. ആരുടെ ഡയറി കുറിപ്പാണെന്നറിയോ? ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകളിൽ നിന്നെടുത്ത കുറച്ച് കാര്യമാണ് നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത്. ഹിറ്റ്ലറുടെ സൈനിക ആക്രമണം കാരണം സ്വന്തം രാജ്യത്ത് ഒരു ഇടുങ്ങിയ മുറിയിൽ ഒളിച്ചു ജീവിതം നയിക്കേണ്ടി വന്ന ആൻ ഫ്രാങ്ക് തൻ്റെ പ്രിയപ്പെട്ട ഡയറിയായ കിറ്റിയിൽ കുറിച്ചിട്ട വരികളാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വായിച്ചത് ആൻ ഫ്രാങ്കിൻ്റെ ഡയറിയിലെ ഒരു വാക്കാണ്, ഒരു ഡയറി കുറിപ്പാണ്. ആ ഡയറി കുറിപ്പിൻ്റെ പേരെന്താണ്? ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പിൻ്റെ പേരാണ് കിറ്റി. ഈ കിറ്റിയിൽ അവർ കുറിച്ച് വെച്ച വാക്കുകളാണ് നമ്മൾ ഇവിടെ വായിച്ചത്. എന്താ? അവർ ഹിറ്റ്ലറുടെ സൈനിക ആക്രമണം കാരണം സ്വന്തം രാജ്യത്ത് നിന്ന് ഒരു ഇടുങ്ങിയ മുറിയിൽ ഒളിവ് ജീവിതം നയിക്കേണ്ടി വന്ന ആളാണ് ആൻ ഫ്രാങ്ക്. ഇവിടെ ആൻ ഫ്രാങ്ക് എന്തെല്ലാമാണ് ആഗ്രഹിക്കുന്നത്? അവർ പ്രധാനമായിട്ടും ആഗ്രഹിക്കുന്നത് എന്തൊക്കെയാണ്? സ്വാതന്ത്ര്യത്തോടെ ജീവിക്കണമെന്ന് പറയുന്നുണ്ട്. സ്വാതന്ത്ര്യത്തോടെ ജീവിക്കണം. അതുപോലെ തന്നെ എന്താണ്? നല്ലൊരു വീട്ടിൽ താമസിക്കണം. ഒളിവില്ലാതെ ഒരു സ്വന്തമായിട്ട് ഒരു വീട്ടിൽ താമസിക്കണം എന്നൊക്കെയാണ് ആര് പറയുന്നത്? നമ്മുടെ ആൻ ഫ്രാങ്ക്ലിൻ പറയുന്നത്. പിന്നെ എന്താണ്? നന്നായിട്ട് പഠിക്കണം. എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നുണ്ട്, അതുപോലെ ഭാഷയെ സ്നേഹിക്കുന്നുണ്ട്, സ്കൂളിൽ പഠിക്കാൻ പോകണം, അങ്ങനെ ഇവിടെ തന്നെ ജോലി ചെയ്ത് ജീവിക്കണം. ഇങ്ങനെ കുറച്ച് ആഗ്രഹങ്ങളാണ് നമ്മുടെ ആൻ ഫ്രാങ്ക്ലിൻ ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മുടെ മാതൃരാജ്യം എന്തെല്ലാമാണ് നമുക്ക് ഉറപ്പ് നൽകുന്നത്? ചർച്ച ചെയ്യൂ. അപ്പോൾ രാഷ്ട്രവും ജനങ്ങളും എന്ന് പറഞ്ഞാൽ ഇവിടെ കുറച്ച് കട്ടിങ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. COVID-19 ഏത് സാഹചര്യവും നേരിടാൻ രാഷ്ട്രം തയ്യാറാണെന്ന് ഇന്ത്യ. അപ്പോൾ കോവിഡ് വന്നപ്പോൾ നമ്മളെല്ലാവരും അനുഭവിച്ചതാണ്. എന്താണ്? നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. അങ്ങനെ ഒരു സാഹചര്യത്തെ എല്ലാവരും അനുഭവിച്ച് അറിഞ്ഞതാണ്. ജനങ്ങൾ നേരിടുന്ന ഊർജ പ്രതിസന്ധിക്ക് പരിഹാരം പുതിയ സൗരോർജ നിലയങ്ങൾ ഇന്ന് രാഷ്ട്രത്തിന് സമർപ്പിക്കും. അപ്പോൾ ഊർജ പ്രതിസന്ധി നേരിടാൻ എന്താണ്? ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സൗരോർജ നിലയം അത് രാഷ്ട്രത്തിന് സമർപ്പിക്കും. അതുപോലെ ഭക്ഷ്യവില വർധന, ഉൽപാദനം വർദ്ധിപ്പിക്കാൻ സത്വര നടപടികൾ സ്വീകരിക്കുമെന്ന് രാജ്യം. ഭക്ഷ്യവില വർധന വന്നപ്പോൾ ഉൽപാദനം വർദ്ധിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യുക? ആ ഒരു വിലവർധനയെ തടയുക. അതും രാജ്യം നൽകുന്ന ഒരു രാജ്യത്തിൻ്റെതായിട്ടുള്ള ഒരു സുരക്ഷാ ഭാഗമാണ്. റിപ്പബ്ലിക് ദിനാഘോഷം അതിർത്തിയിൽ സുരക്ഷ ശക്തമാക്കി ഇന്ത്യ. അപ്പോൾ റിപ്പബ്ലിക്കൊക്കെ ആകുമ്പോൾ ഈ ദിനാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ അതിർത്തിയിൽ ഇന്ത്യ സുരക്ഷ ശക്തമാക്കി എന്നാണ് പറയുന്നത്.
അതുപോലെ രാജ്യത്തെ എല്ലാവർക്കും ആരോഗ്യ ഇൻഷുറൻസ് കാർഡുകൾ ഉറപ്പാക്കും. അപ്പം ഇതൊക്കെയാണ് ഒരു രാജ്യം എന്ന നിലയിൽ നമുക്ക് രാജ്യം നൽകുന്ന ഉറപ്പുകൾ അല്ലെങ്കിൽ രാജ്യം നൽകുന്ന സേവനങ്ങളാണ് ഈ ഒരു കാര്യം നമ്മൾ പറഞ്ഞത്. ഇനി മുകളിൽ നൽകിയിരിക്കുന്ന കൊളാഷ് ശ്രദ്ധിക്കൂ. ഇവിടെ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതും അവർക്ക് സുരക്ഷ ഉറപ്പുവരുത്തുന്നതും ആരാണ്? അപ്പം നമുക്ക് നിസ്സംശയം പറയാം ആ രാജ്യമാണ്, ഏതാണോ നമ്മുടെ മാതൃരാജ്യം ആ രാജ്യമാണ് എന്ത് ചെയ്യുന്നത്, ആ രാജ്യത്തെ ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പ് നൽകുന്നതും അവരുടെ ആവശ്യങ്ങൾ സംരക്ഷിക്കുന്നതും ഒക്കെ. ജനങ്ങൾക്ക് രാഷ്ട്രം എന്തെല്ലാം സേവനങ്ങളാണ് പ്രദാനം ചെയ്യുന്നത്? അപ്പം ജനങ്ങൾക്ക് രാഷ്ട്രം നൽകുന്ന സേവനങ്ങൾ എന്തൊക്കെയാണ്? അതിലൊന്നാമത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നു. അതുപോലെ നമുക്ക് എന്താണ് ഈ പറഞ്ഞതുപോലെ വില വർധനവ് ഉണ്ടായാൽ, അതായത് ഏതെല്ലാം നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഊർജ്ജ പ്രതിസന്ധി നേരിട്ടാൽ അതിന് പരിഹാരം നൽകുന്നു. ഭക്ഷ്യവില വർധന വന്നാൽ ആ ഉൽപ്പാദനം വർദ്ധിപ്പിച്ചുകൊണ്ട് അതിന് നടപടികൾ വരുന്നു. അതുപോലെ രോഗസാഹചര്യങ്ങളായാൽ അതും നേരിടാൻ വേണ്ടിയിട്ട് രാജ്യം ഇതെല്ലാത്തിനും നമ്മുടെ ജീവനും സ്വത്തിനും ഒക്കെ ഉറപ്പ് നൽകുന്ന ഒന്നാണ് നമ്മുടെ രാജ്യമെന്ന് പറയുന്നത്. സ്വാതന്ത്ര്യത്തോടും അന്തസ്സോടെയും നിർഭയമായി ജീവിക്കാൻ ജനങ്ങളെ സഹായിക്കുന്ന സാഹചര്യം ഒരുക്കുന്നത് രാഷ്ട്രമാണ്. അപ്പോൾ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വാതന്ത്ര്യത്തോടും അതുപോലെ അന്തസ്സോടും നിർഭയമായി ജീവിക്കാൻ ജനങ്ങളെ സഹായിക്കുന്ന സാഹചര്യം ഒരുക്കുന്നത് ആരാണ്? രാഷ്ട്രമാണ്. രാഷ്ട്രത്തിൻ്റെ കൂടുതൽ സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ് അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത്. ഇനി അതിനു മുമ്പേ നമ്മൾ രാഷ്ട്രവും രാഷ്ട്രതന്ത്ര ശാസ്ത്രവും എന്ന് പറഞ്ഞിട്ടൊരു ബോക്സിൽ കുറച്ച് ഭാഗം തന്നിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം. രാഷ്ട്രത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് രാഷ്ട്രതന്ത്ര ശാസ്ത്രം. അപ്പോൾ രാഷ്ട്രതന്ത്ര ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? രാഷ്ട്രത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് രാഷ്ട്രതന്ത്ര ശാസ്ത്രം. പുരാതന ഗ്രീസിലാണ് രാഷ്ട്രത്തെക്കുറിച്ചുള്ള പഠനത്തിന് ആരംഭം കുറിച്ചത്. അപ്പോൾ രാഷ്ട്രത്തെക്കുറിച്ചുള്ള പഠനത്തിന് ആരംഭം കുറിച്ചത് എവിടെയാണ്? പുരാതന ഗ്രീസിലാണ് രാഷ്ട്രത്തെക്കുറിച്ചുള്ള രാഷ്ട്രത്തെക്കുറിച്ചുള്ള പഠനത്തിന് ആരംഭം കുറിച്ചത് പുരാതന ഗ്രീസിലാണ്. നഗരരാഷ്ട്രങ്ങളായിരുന്നു രാഷ്ട്രവുമായി ബന്ധപ്പെട്ട പഠനത്തിൻ്റെ അടിസ്ഥാന ഘടകം. അപ്പോൾ നഗരരാഷ്ട്രങ്ങളാണ് ഈ രാഷ്ട്രവുമായി ബന്ധപ്പെട്ട പഠനത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത്. ഗ്രീക്ക് ചിന്തകരായ സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ എന്നിവരാണ് രാഷ്ട്രവുമായി ബന്ധപ്പെട്ട ചിന്തകൾക്ക് തുടക്കമിട്ടത്. അപ്പോൾ രാഷ്ട്രവുമായി ബന്ധപ്പെട്ട ചിന്തകൾക്ക് തുടക്കമിട്ടവരിൽ പ്രധാനികളാണ് സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ എന്നിവർ. പൊളിറ്റിക്സ് അല്ലെങ്കിൽ രാഷ്ട്രതന്ത്രം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിൻ്റെ പിതാവായ അരിസ്റ്റോട്ടിലാണ്. അപ്പോൾ പൊളിറ്റിക്സ് എന്ന വാക്ക് അല്ലെങ്കിൽ രാഷ്ട്രതന്ത്രം എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? നമ്മുടെ രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതും ആരാണ്? ഈ അരിസ്റ്റോട്ടിലാണ്. അദ്ദേഹത്തിൻ്റെ വിഖ്യാത ഗ്രന്ഥമാണ് പൊളിറ്റിക്സ്. അപ്പോൾ പൊളിറ്റിക്സ് എന്ന പദം അദ്ദേഹം ആദ്യമായി ഉപയോഗിച്ചു. പൊളിറ്റിക്സ് എന്ന പേരിൽ ഒരു പുസ്തകം അദ്ദേഹം, വിഖ്യാതമായൊരു ഗ്രന്ഥം അദ്ദേഹം എഴുതി. അതുപോലെ അദ്ദേഹം പൊളിറ്റിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിൻ്റെ പിതാവായിട്ട് അറിയപ്പെടുന്നതും ഒക്കെ ആരാണ്? നമ്മുടെ അരിസ്റ്റോട്ടിലാണ്. ഇനി എന്താണ് രാഷ്ട്രം? ജനങ്ങൾ രൂപീകരിച്ച ഏറ്റവും ഉന്നതമായ സാമൂഹിക രാഷ്ട്രീയ സ്ഥാപനമാണ് രാഷ്ട്രം. അപ്പോൾ രാഷ്ട്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ജനങ്ങൾ രൂപീകരിച്ച ഉന്നതമായ സാമൂഹിക രാഷ്ട്രീയ സ്ഥാപനം, അതിനെയാണ് നമ്മൾ രാഷ്ട്രമെന്ന് പറയുന്നത്. ഒരു നിശ്ചിത പ്രദേശത്ത് സ്ഥിരമായി അധിവസിക്കുന്നതും പരമാധികാരമുള്ള ഗവൺമെൻറ്റോട് കൂടിയതുമായ ഒരു ജനതയാണ് രാഷ്ട്രം. രാഷ്ട്രമെന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത സ്ഥലത്ത് സ്ഥിരമായി അധിവസിക്കുന്നവർ കാണും. അതുപോലെ പരമാധികാരമുള്ള ഗവൺമെൻറ്റോട് കൂടിയതുമായ ഒരു ജനതയാണ് രാഷ്ട്രം. ജനസംഖ്യ, ഭൂപ്രദേശം, ഗവൺമെൻറ്, പരമാധികാരം എന്നീ ഘടകങ്ങൾ ചേർന്നതാണ് രാഷ്ട്രം. ഈ ഘടകങ്ങളൊക്കെ ചേർന്നാണ് രാഷ്ട്രം രൂപീകരിക്കപ്പെടുന്നത്. അപ്പോൾ രാഷ്ട്രം രൂപീകരിക്കപ്പെടുന്നത് എന്തെല്ലാം ഘടകങ്ങൾ ചേർന്നാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം. എന്തൊക്കെയാണ്? ജനസംഖ്യ, ഭൂപ്രദേശം, ഗവൺമെൻറ്, പരമാധികാരം എന്നീ ഘടകങ്ങൾ ചേർന്നാണ് രാഷ്ട്രം രൂപീകരിക്കപ്പെടുന്നത്. നിയമങ്ങൾ നിർമ്മിക്കുന്നതും ജനക്ഷേമം ഉറപ്പുവരുത്തുന്നതും രാഷ്ട്രത്തിൻ്റെ ചുമതലയാണ്. അപ്പോൾ രാഷ്ട്രത്തിൻ്റെ ചുമതലയിൽ വരുന്നതാണ് എന്തൊക്കെയാ? നിയമങ്ങൾ നിർമ്മിക്കുന്നത്, ജനക്ഷേമം ഉറപ്പുവരുത്തുന്നത്, ഇതൊക്കെയാണ് രാഷ്ട്രത്തിൻ്റെ ചുമതലയിൽ വരുന്നത്. ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നത് രാഷ്ട്രമാണ്. അപ്പോൾ ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നത് ആരാണ്? രാഷ്ട്രമാണ്. കൂടാതെ ജനങ്ങൾ രാഷ്ട്രത്തോട് പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ നിർവചിക്കുന്നതും രാഷ്ട്രമാണ്. അപ്പോൾ രാഷ്ട്രം എന്താണ് എന്നാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്.
അടുത്ത് നമ്മൾ സ്റ്റേറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ സ്റ്റേറ്റിനെ കുറിച്ച് നമ്മുടെ നിക്കോളോ മാക്കിയവെല്ലി പറയുന്ന കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഗ്രീക്കുകാർ നഗരരാഷ്ട്രങ്ങളെ സൂചിപ്പിക്കാൻ പോളിസ് എന്ന പദവും റോമാക്കാർ സിവിറ്റാസ് എന്ന പദവും ഉപയോഗിച്ചിരുന്നു. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റിനെ സൂചിപ്പിക്കാൻ അല്ലെങ്കിൽ നഗര രാഷ്ട്രങ്ങളെ സൂചിപ്പിക്കാനായിട്ട് ഗ്രീക്കുകാർ ഉപയോഗിച്ചത് എന്ത് പേരാണ്? പോളിസ് എന്ന പേരാണ്. ഇനി റോമാക്കാർ എന്ത് പേരാണ്? സിവിറ്റാസ് എന്ന പദവുമാണ് ഉപയോഗിച്ചിരുന്നത്. ഇറ്റാലിയൻ തത്വചിന്തകനായ നിക്കോളോ മാക്കിയവെല്ലിയാണ് സ്റ്റേറ്റ് എന്ന പദം ആദ്യമായി ആധുനിക അർത്ഥത്തിൽ ഉപയോഗിച്ചത്. അപ്പോൾ സ്റ്റേറ്റ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ആരാ നമുക്ക് പറയാൻ പറ്റും? ഇറ്റാലിയൻ തത്വചിന്തകനായ നിക്കോളോ മാക്കിയവെല്ലിയാണ് സ്റ്റേറ്റ് എന്ന പദം ആദ്യമായിട്ട് ആധുനിക അർത്ഥത്തിൽ ഉപയോഗിച്ചത്. ജർമ്മനിയിലെ പുരാതന ഗോത്ര വിഭാഗങ്ങളായ ട്യൂട്ടോണുകൾക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന സ്റ്റാറ്റസ് എന്ന വാക്കിൽ നിന്നാണ് സ്റ്റേറ്റ് എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായത്. അപ്പോൾ സ്റ്റേറ്റ് എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായത് ഏത് വാക്കിൽ നിന്നാണ്? സ്റ്റാറ്റസ്. നമ്മളിപ്പോൾ പറയാറില്ലേ സ്റ്റാറ്റസ്, ആ സ്റ്റാറ്റസിൽ നിന്നാണ് എന്തുണ്ടായത്? സ്റ്റേറ്റ് എന്ന വാക്ക് ഉണ്ടായത്. ജർമ്മനിയിലെ പുരാതന ഗോത്ര വിഭാഗങ്ങളായ ട്യൂട്ടോണുകൾക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു വാക്കാണ് ഈ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് സ്റ്റേറ്റായിട്ട് മാറിയത്. ഇനി നമുക്ക് നോക്കാം രാഷ്ട്രത്തിൻ്റെ ഘടകങ്ങൾ ഓരോന്നും നമുക്ക് വിശദമായി പരിശോധിക്കാം. ഇപ്പോൾ രാഷ്ട്രത്തിൻ്റെ ഘടകങ്ങൾ ഏതെല്ലാം എന്നാണ് അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത്. അതിലൊന്നാമത്തേതാണ് ജനസംഖ്യ എന്ന് പറയുന്നത്, അഥവാ പോപ്പുലേഷൻ. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ മുകളിൽ കൊടുത്തിട്ടുള്ള ചിത്രങ്ങൾ ശ്രദ്ധിക്കൂ. ഇതിലേതാണ് പൂർണ്ണമായ അർത്ഥത്തിൽ ഒരു വിദ്യാലയമാകുന്നത്? അപ്പോൾ ഇതിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ വിദ്യാലയം എന്ന് പറഞ്ഞാൽ ഇതേപോലെ കുട്ടികളും അധ്യാപകരും ഇതൊക്കെ ചേരുന്നതാണ് എന്തെന്ന് പറയുന്നത്? വിദ്യാലയം എന്ന് പറയുന്നത്. ഒരു വിദ്യാലയമാകണമെങ്കിൽ അവിടെ മറ്റ് സൗകര്യങ്ങളോടൊപ്പം കുട്ടികളും അധ്യാപകരും ജീവനക്കാരും ഉണ്ടാകണം. അപ്പോൾ അവിടെ ആരൊക്കെ ഉണ്ടാവണം? കുട്ടികൾ ഉണ്ടാവണം, അധ്യാപകരുണ്ടാവണം, ജീവനക്കാരൊക്കെ ഉണ്ടായാൽ മാത്രമേ ഒരു വിദ്യാലയമാവുകയുള്ളൂ. എല്ലാവരും ഒത്തൊരുമയോടെ സജീവമായി പ്രവർത്തിക്കുമ്പോഴാണ് വിദ്യാലയം എന്ന ആശയം പൂർണ്ണമാകുന്നത്. അപ്പോൾ എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ എന്തുണ്ടാകും? വിദ്യാലയം എന്ന ആശയം പൂർണ്ണമാകും. ഇതുപോലെ തന്നെയാണ് രാഷ്ട്രമെന്ന് പറഞ്ഞാലും അതുപോലെയാണ്. ജനങ്ങളില്ലാതെ രാഷ്ട്രത്തിന് നിലനിൽപ്പില്ല. അപ്പോൾ രാഷ്ട്രമെന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രധാന ഘടകം ആരാണ്? നമ്മൾ പറയുന്ന ജനങ്ങളാണ് രാഷ്ട്രത്തിലെ പ്രധാന ഘടകമെന്ന് പറയുന്നത്. രാഷ്ട്ര രൂപീകരണത്തിന് ആവശ്യമായ ജനസംഖ്യ എത്രയെന്ന് നിജപ്പെടുത്തിയിട്ടുമില്ല. അപ്പോൾ ഒരു രാഷ്ട്രത്തിന് രൂപീകരിക്കാൻ എത്ര പേരുണ്ടെങ്കിലും നമുക്കൊരു രാഷ്ട്രമായിട്ട് രൂപീകരിക്കാം. അവിടെ ജനസംഖ്യ ഒരു പ്രശ്നമേ അല്ല. ഒരു രാഷ്ട്രത്തിലെ ജനസംഖ്യയിൽ വിവിധ മത, വർഗ, വർണ്ണ വിഭാഗങ്ങൾ ഉൾപ്പെടാം. അപ്പോൾ നമ്മൾ ഉദാഹരണം ഇന്ത്യയിൽ എടുക്കുകയാണെങ്കിൽ വിവിധ വർണ്ണത്തിലുള്ളവർ, മതവിഭാഗത്തിലുള്ളവർ, വർണ്ണത്തിൽ ഒക്കെ ഉള്ളവരുണ്ടല്ലേ. അതുപോലെ ഇവരൊക്കെ ഉൾപ്പെടാമെന്നാണ് പറയുന്നത്. പരസ്പരാശ്രയത്വം, പൊതു താല്പര്യം, പൊതുബോധം എന്നിവയാൽ ഒത്തൊരുമിച്ച് നിൽക്കുമ്പോഴാണ് ജനങ്ങൾ രാഷ്ട്രത്തിൻ്റെ ഘടകമായി മാറുന്നത്. അപ്പോൾ ജനങ്ങൾ രാഷ്ട്രത്തിൻ്റെ ഘടകമായി മാറുന്നത് എങ്ങനെയാണ്? പരസ്പര ആശ്രയത്വം, പൊതു താല്പര്യം, പൊതുബോധം എന്നിവയാൽ ഒത്തൊരുമിച്ച് നിൽക്കുമ്പോഴാണ് ജനങ്ങൾ രാഷ്ട്രത്തിൻ്റെ ഘടകമായി മാറുന്നത്. അപ്പോൾ ഇനി അടുത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടെത്താമോ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഏത്? അപ്പം നമുക്കറിയാം ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഏതാണ്? നമ്മുടെ ഇന്ത്യ തന്നെയാണ്. നിലവിൽ ഇന്ത്യ തന്നെയാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം എന്ന് പറയുന്നത്. ഇനി ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള രാജ്യം എന്ന് പറയുന്നത് വത്തിക്കാനാണ്. വത്തിക്കാൻ സിറ്റിയാണ് ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള രാജ്യം. ലോകത്തിൽ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള രാജ്യവും ഏറ്റവും ചെറിയ രാജ്യവും ഏതാണ്? ഈ വത്തിക്കാൻ സിറ്റിയാണ്. ഏകദേശം 2024 കണക്കനുസരിച്ച് വത്തിക്കാൻ സിറ്റിയിലെ ജനസംഖ്യ എന്ന് പറയുന്നത് 800 പേരാണ്. വെറും 800 പേർ മാത്രമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ നിലവിലെ
അത് നമ്മൾ അപ്പോൾ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ചോദിച്ചാൽ ഇന്ത്യയാണ്, ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള രാജ്യം ചോദിച്ചാൽ ഇതാണ്, വത്തിക്കാൻ സിറ്റിയാണ്. ഇനി ഇവിടെ ഒരു വർക്ക്ഷീറ്റ് തന്നിട്ടുണ്ട്, നമുക്ക് എന്താണെന്ന് നോക്കാം. ചുവടെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായവയ്ക്ക് നേരെ തെറ്റായവയ്ക്ക് നേരെ വരച്ചു ചേർക്കുക. അപ്പം ശരി ഏത് തെറ്റായത് എന്ന് നമ്മൾ വരച്ചു ചേർക്കണം. ശരിയാണെങ്കിൽ നല്ലൊരു ചിരി കൊടുക്കുക, തെറ്റാണെങ്കിൽ അത് എന്താണ് തെറ്റാണ്. ഇത് ഈ ഒരു ചിഹ്നം ഇതാണ് തെറ്റിന് തന്നിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. രാഷ്ട്ര രൂപീകരണത്തിന് ആവശ്യമായ ജനസംഖ്യ 1,00,000 നിജപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ ശരിയോ തെറ്റോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് പറയാം എന്താണ്, രാഷ്ട്ര രൂപീകരണത്തിന് പ്രത്യേകിച്ച് ജനസംഖ്യയുടെ ആവശ്യമൊന്നുമില്ല, എത്ര ആയാലും മതി. അപ്പോൾ ഇവിടെ ഈ സംഭവം എന്താണ്, തെറ്റാണ്. ഒരു രാഷ്ട്രത്തിലെ ജനസംഖ്യയിൽ വ്യത്യസ്ത മത വർഗ വിഭാഗങ്ങൾ ഉൾപ്പെടാം. വളരെ വളരെ ശരിയാണ്. ജനങ്ങൾ രൂപീകരിച്ച ഏറ്റവും ഉന്നതമായ രാഷ്ട്രീയ സ്ഥാപനമാണ് രാഷ്ട്രം. അപ്പോൾ ജനങ്ങൾ രൂപീകരിച്ച ഏറ്റവും ഉന്നതമായ രാഷ്ട്രീയ സ്ഥാപനം തന്നെയാണ് രാഷ്ട്രം, അതും ശരിയാണ്. അതുപോലെ ജനങ്ങളില്ലാതെയും രാഷ്ട്രത്തിന് നിലനിൽക്കാം. അത് നമ്മൾ ഒരു സ്ഥലത്തും പറഞ്ഞില്ല, ജനങ്ങളില്ലാതെ രാഷ്ട്രത്തിന് നിലനിൽക്കാൻ സാധിക്കുമോ? ഇല്ല. അപ്പോൾ ഇതാണ് ശരിക്കും നമ്മൾ ആ പട്ടിക പൂർത്തിയാക്കി. ഇനി ഒരു ഭൂപ്രദേശം, ടെറിട്ടറി അഥവാ ഭൂപ്രദേശത്തെക്കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ദക്ഷിണ സുഡാനാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഈ ഒരു ഭാഗം ഇവിടെയാണ് ദക്ഷിണ സുഡാൻ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇപ്പുറത്തോട്ട് വന്നാലും ദക്ഷിണ സുഡാനാണ് ഇവിടെ സുഡാൻ. അതുപോലെ ഇവിടെ തന്നിട്ടുണ്ട് ദക്ഷിണ സുഡാൻ്റെ ആ ഒരു ഭാഗം. അവിടെ എന്താണ്, അവിടെ ഉള്ളത് നൈൽ നദിയാണ്. ദക്ഷിണ സുഡാൻ എന്ന് പറഞ്ഞാൽ ആഫ്രിക്കയിലൂടെ ആണ് ദക്ഷിണ സുഡാൻ. സുഡാൻ എന്ന് പറഞ്ഞാൽ ആഫ്രിക്കൻ രാജ്യമാണ്. അപ്പോൾ ഈ ആഫ്രിക്കൻ രാജ്യത്തിലാണ് എന്തുള്ളത്, ദക്ഷിണ സുഡാനിൻ്റെ അടുത്തൂടെയാണ് നമ്മുടെ നൈൽ നദി പോകുന്നുണ്ട്. പിന്നെ അവിടെ എത്യോപ്യ തന്നിട്ടുണ്ട്, മധ്യ ആഫ്രിക്കൻ റിപ്പബ്ലിക്ക്, കെനിയ, ഉഗാണ്ട ഇതൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ഒക്കെ ചേർന്ന ഒരു ഭൂപടമാണ് നമ്മളിവിടെ കണ്ടത്. അപ്പോൾ അത് നമുക്ക് നോക്കാം. 2011 രൂപീകരിക്കപ്പെട്ട ദക്ഷിണ സുഡാൻ്റെ ഭൂപടമാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 2011 ഈ ദക്ഷിണ സുഡാൻ എന്ന് പറയുന്ന രാജ്യം രൂപീകരിച്ചത്. ദക്ഷിണ സുഡാൻ ഏത് ഭൂഖണ്ഡത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? അപ്പോൾ തന്നെ നമുക്ക് പറയാം ഏതാണ്, ആഫ്രിക്കയിലാണ് ദക്ഷിണ സുഡാൻ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം ഏത് എന്ന് ചോദിച്ചാൽ ആഫ്രിക്കയാണ്. ഇനിയോ ഏത് നദിയാണ് ഈ രാജ്യത്തെ ജലസമൃദ്ധമാക്കുന്നത്? അത് നമ്മൾ കണ്ടു, നൈൽ നദിയാണ് ഈ രാജ്യത്തെ ജലസമൃദ്ധമാക്കുന്നത്. പിന്നെന്താ പറഞ്ഞത്, ദക്ഷിണ സുഡാൻ്റെ അതിർത്തി രാജ്യങ്ങൾ കണ്ടെത്തി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ്. അപ്പോൾ നമുക്ക് നോക്കാം, വടക്ക് ഏതാണ്, വടക്ക് അതിർത്തി ആയിട്ട് വരുന്നത് സുഡാനാണ്. ഇനി ഇവിടെ പടിഞ്ഞാറ് അതിർത്തിയായിട്ട് വരുന്നത് മധ്യ ആഫ്രിക്കൻ റിപ്പബ്ലിക്കും, കിഴക്ക് അതിർത്തിയായിട്ട് വരുന്നത് എത്യോപ്യ, അതുപോലെ തെക്ക് ഉഗാണ്ട, കൊറിയ എന്നിവയാണ്. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ഇതൊക്കെയാണ് അതിർത്തിയായിട്ട് വരുന്നത്. ആഫ്രിക്കയിലെ ഏറ്റവും വലിയ രാജ്യമായ സുഡാനിൽ നിന്ന് സ്വതന്ത്രമാക്കപ്പെട്ട 10 തെക്കൻ സംസ്ഥാനങ്ങൾ ചേർന്ന് രൂപീകരിച്ച രാജ്യമാണ് ദക്ഷിണ സുഡാൻ. അപ്പോൾ ആഫ്രിക്കയിലെ ഏറ്റവും വലിയ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അത് ഏതായിരുന്നു, സുഡാനായിരുന്നു. അപ്പോൾ ഈ സുഡാനിൽ നിന്ന് സ്വതന്ത്രമാക്കപ്പെട്ട 10 തെക്കൻ സംസ്ഥാനങ്ങൾ ചേർന്ന് രൂപീകരിച്ച ഒരു രാജ്യമാണ് ഈ ദക്ഷിണ സുഡാൻ എന്ന് പറയുന്നത്. ദക്ഷിണ സുഡാനെ പോലെ ഏതൊരു രാഷ്ട്രം രൂപപ്പെടുന്നതിനും കൃത്യമായ ഭൂപ്രദേശം ആവശ്യമാണെന്ന് ഇതിൽ നിന്ന് തിരിച്ചറിഞ്ഞല്ലോ. അപ്പോൾ ഒരു ഭൂപ്രദേശം രൂപപ്പെടുന്നതിന് അവിടെ എന്ത് വേണം, ഏതൊരു രാഷ്ട്രം രൂപപ്പെടുന്നതിനും കൃത്യമായ ഭൂപ്രദേശം ആവശ്യമാണ് എന്നാണ് നമ്മൾ പഠിച്ചത്. രാഷ്ട്രം നിലനിൽക്കണമെങ്കിൽ സ്ഥിരവും കൃത്യവുമായി നിർവചിക്കപ്പെട്ടതുമായ ഭൂപ്രദേശം അനിവാര്യമാണ്. അപ്പോൾ ഒരു രാഷ്ട്രത്തിന് എന്തൊക്കെ വേണം, സ്ഥിരമായിട്ടുള്ള കൃത്യമായി നിർവചിക്കപ്പെട്ട ഭൂപ്രദേശം വേണം, ഇല്ലെങ്കിൽ അവിടെ എപ്പോഴും പ്രശ്നമായിരിക്കും. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ജമ്മു കാശ്മീർ ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് എപ്പോഴും പ്രശ്നത്തിന് കാരണം എന്താണ്, അവിടെ കൃത്യമായി നിർവചിക്കപ്പെട്ട ഒരു ഭൂപ്രദേശമാണെങ്കിലും അവിടെ എന്താണ് വളരെ പ്രശ്നങ്ങളുള്ള സ്ഥലമാണ്.
എന്നാൽ രാഷ്ട്ര രൂപീകരണത്തിന് ആവശ്യമായ ഭൂപ്രദേശത്തിൻ്റെ വിസ്തൃതി എത്രയെന്ന് നിജപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഒരു രാഷ്ട്രം രൂപീകരിക്കുന്നതിന് ഇത്ര ഭൂപ്രകൃതി ഉണ്ടെങ്കിലേ ഒരു രാഷ്ട്രം രൂപീകരിക്കാവൂ എന്നൊന്നും ഇല്ല. എത്രയെന്ന് നിജപ്പെടുത്തിയിട്ടില്ല. എത്ര ആയാലും മതിയാകും. ഒരു രാഷ്ട്രത്തിൻ്റെ കര, ജല, വായു, തീരദേശ മേഖലകൾ അതിൻ്റെ പരിധിയിൽ പെടുന്നു. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ കരാതിർത്തി, അതിൻ്റെ ജലാതിർത്തി, വായു അതിർത്തി, തീരദേശ മേഖല ഇതൊക്കെ ചേർന്നതാണ് എന്ത് ഒരു രാജ്യം. ഇതെല്ലാം ആ രാജ്യത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുന്നു. ആധുനിക രാഷ്ട്രങ്ങൾ പൊതുവെ ഭൂവിസ്തൃതിയിൽ മുന്നിൽ നിൽക്കുന്നവയാണ്. അപ്പോൾ ആധുനിക രാഷ്ട്രങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഭൂവിസ്തൃതിയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങളാണ് ആധുനിക രാഷ്ട്രങ്ങളെന്ന് പറയുന്നത്. ലോകത്തെ ഏറ്റവും വലിയ രാജ്യവും ഏറ്റവും ചെറിയ രാജ്യവും സാമൂഹ്യശാസ്ത്ര ലാബിലെ ഭൂപടം പരിശോധിച്ച് തിരിച്ചറിയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമെന്ന് പറയുന്നത് ഏതാണ്? റഷ്യയാണ്. അതുപോലെ ഏറ്റവും ചെറുത് ആണെങ്കിൽ ഏതാണ്? നമ്മൾ ഈ പറഞ്ഞ വത്തിക്കാൻ സിറ്റിയാണ്. ഏറ്റവും വലിയ രാജ്യം തന്നിട്ടുണ്ട് റഷ്യ. ഏറ്റവും ചെറുത് ഇവിടെ കിടക്കുന്ന ഏതാണ്? നമ്മുടെ വത്തിക്കാൻ സിറ്റിയുമാണ്. ഇനി രാഷ്ട്ര രൂപീകരണത്തിൽ ഭൂപ്രദേശം വഹിക്കുന്ന പങ്കിനെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാൻ കുട്ടികൾക്കാണ് പറഞ്ഞിട്ടുണ്ട്. അടുത്ത് നമ്മൾ പറയുന്നത് ഗവൺമെൻറ്. എന്താണ് ഗവൺമെൻറ് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു ലൈവ് ന്യൂസിൻ്റെ ഒരു ചിത്രമൊക്കെ തന്നിട്ടുണ്ട്. ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറഞ്ഞിട്ടൊക്കെ തന്നിട്ടുണ്ട്. നമുക്ക് നോക്കിയിട്ട് പോകാം. ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായാലും നോക്കണമല്ലോ. COVID-19 എല്ലാ കാർഡ് ഉടമകൾക്കും സൗജന്യ റേഷൻ പ്രഖ്യാപിച്ച് ഗവൺമെൻറ്. അപ്പോൾ കോവിഡ് വന്നപ്പോൾ എല്ലാവർക്കും സൗജന്യ റേഷൻ നമ്മുടെ ഗവൺമെൻറ് പ്രഖ്യാപിച്ചു. ജീവൻ രക്ഷാ മരുന്നുകൾക്ക് വില കുറച്ച് സർക്കാർ. അപ്പോൾ ജീവൻ രക്ഷാ മരുന്നുകൾക്കൊക്കെ വില കുറച്ചു. ഗവൺമെൻറ് ജാഗ്രത പാലിച്ചു. വിലക്കയറ്റം നിയന്ത്രണ വിധേയമാക്കി. അപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്തു? ജാഗ്രത പാലിച്ചു. അങ്ങനെ വിലക്കയറ്റം നിയന്ത്രണ വിധേയമായി. ദാഹനീർ ഗവൺമെൻറ്റിൻ്റെ പുതിയ കുടിവെള്ള വിതരണ പദ്ധതിയാണ് ദാഹനീർ. അപ്പോൾ ഇതൊക്കെ ബ്രേക്കിംഗ് ന്യൂസുകളാണ്. അപ്പോൾ എന്താണ്? COVID-19 എല്ലാ കാർഡുടമകൾക്കും സൗജന്യ റേഷൻ പ്രഖ്യാപിച്ച് ഗവൺമെൻറ്. ജീവൻ രക്ഷാ മരുന്നുകൾക്ക് വില കുറച്ച് സർക്കാർ. ഗവൺമെൻറ് ജാഗ്രത പാലിച്ചു. വിലക്കയറ്റം നിയന്ത്രണ വിധേയം. ദാഹനീർ ഗവൺമെൻറ്റിൻ്റെ പുതിയ കുടിവെള്ള വിതരണ പദ്ധതിയാണ് ദാഹനീർ. അപ്പോൾ ഇങ്ങനെയൊക്കെ ബ്രേക്കിംഗ് ന്യൂസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. മുകളിൽ നൽകിയിരിക്കുന്ന വാർത്തകൾ ശ്രദ്ധിക്കൂ. ഒരു രാഷ്ട്രത്തിലെ ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിൽ ഗവൺമെൻറ് അല്ലെങ്കിൽ സർക്കാർ വളരെ വലിയ പങ്കാണ് വഹിക്കുന്നത്. രാഷ്ട്രവും ജനങ്ങളും തമ്മിലുള്ള ബന്ധം സജീവമായി നിലനിർത്താൻ സഹായിക്കുന്നത് ഗവൺമെൻറ്റാണ്. അപ്പോൾ ജനങ്ങളും രാഷ്ട്രവും തമ്മിലുള്ള ബന്ധം സജീവമായി നിലനിർത്താൻ സഹായിക്കുന്നത് ആരാണ്? ഗവൺമെൻറ്റാണ്. ജനങ്ങൾ അധിവസിക്കുന്നത് കൊണ്ട് മാത്രം ഒരു പ്രത്യേക ഭൂപ്രദേശം രാഷ്ട്രമായി മാറണമെന്നില്ല. അപ്പോൾ ജനങ്ങൾ അധിവസിക്കുന്നത് കൊണ്ട് മാത്രം എന്താണ്? ഒരു പ്രത്യേക ഭൂപ്രദേശം രാഷ്ട്രമായി മാറണമെന്നില്ല. അവിടുത്തെ ജനവിഭാഗങ്ങളെയും ജനങ്ങളെയും ഏകോപിപ്പിച്ചു കൊണ്ടുപോകാൻ ഗവൺമെൻറ് എന്ന സംവിധാനം അനിവാര്യമാണ്. അപ്പോൾ നമുക്ക് എന്താണ്? അവിടുത്തെ വിഭവങ്ങളെയും ജനങ്ങളെയും ഏകോപിപ്പിച്ചു കൊണ്ടുപോകാൻ ഗവൺമെൻറ് എന്ന സംവിധാനം അനിവാര്യമാണ്. രാഷ്ട്രമെന്ന് പറയുന്നത് ഒരു സ്ഥിര സ്ഥാപനവും ഗവൺമെൻറ് മാറിക്കൊണ്ടിരിക്കുന്നതുമാണ്. അപ്പോൾ രാഷ്ട്രമെന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു സ്ഥിര സ്ഥാപനമാണ്. അവിടെ സ്ഥിരമായി തന്നെ കാണും രാഷ്ട്രം. പക്ഷേ അവിടുത്തെ ഗവൺമെൻറ് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഒരു ഗവൺമെൻറ് നമുക്കറിയാം 5 വർഷമാകുമ്പോൾ എന്ത് ചെയ്യും? ഗവൺമെൻറ് മാറും. ഇനി നമ്മൾ പറയുന്നത് രാഷ്ട്രത്തിൻ്റെ നയങ്ങൾ രൂപീകരിക്കുന്നതിനും പ്രകടിപ്പിക്കുന്നതിനും സാക്ഷാത്കരിക്കുന്നതിനുമുള്ള ഏജൻസിയാണ് ഗവൺമെൻറ്. ഇപ്പോൾ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ നയങ്ങൾ രൂപീകരിക്കുന്നതിനും പ്രകടിപ്പിക്കുന്നതിനും സാക്ഷാത്കരിക്കുന്നതിനുമുള്ള ഏജൻസിയാണ് ആര്? ഗവൺമെൻറ്. ക്രമസമാധാനം, നിയമവാഴ്ച, പ്രതിരോധം, വിദേശ ബന്ധങ്ങൾ, റോഡുകൾ, പാലങ്ങൾ, കുടിവെള്ളം, വൈദ്യുതി, വിദ്യാഭ്യാസം തുടങ്ങിയവയെല്ലാം കൈകാര്യം ചെയ്യുന്നത് ആരാണ്? ഗവൺമെൻറ്റാണ്. അപ്പോൾ നമ്മൾ പറയുന്ന എന്തൊക്കെയാണ്? ഇത്രേ പറഞ്ഞുള്ളൂ. ഗവൺമെൻറ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗവൺമെൻറ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. രാഷ്ട്രത്തിൻ്റെ നയങ്ങൾ രൂപീകരിക്കുന്നതിനും പ്രകടിപ്പിക്കുന്നതിനും സാക്ഷാത്കരിക്കുന്നതിനുമുള്ള ഏജൻസിയാണ് ഗവൺമെൻറ്. ക്രമസമാധാനം, അതുപോലെ നിയമവാഴ്ച, പ്രതിരോധം, വിദേശ ബന്ധങ്ങൾ, റോഡുകൾ, പാലങ്ങൾ, കുടിവെള്ളം, വൈദ്യുതി, വിദ്യാഭ്യാസം ഇവയെല്ലാം കൈകാര്യം ചെയ്യുന്നത് ആരാണ്? ഗവൺമെൻറ്റാണ്.
ഇനി ഗവൺമെൻറ്റിൻ്റെ പ്രധാന ചുമതലകൾ ഉൾപ്പെടുത്തി തന്നിട്ടുള്ള ആശയപടം പൂർത്തിയാക്കാൻ പറഞ്ഞിട്ട്, അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ നമ്മൾ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. എന്താണ് ഗവൺമെൻറ് രാഷ്ട്രത്തിൻ്റെ പരമാധികാരവും ഐക്യവും കാത്തു സൂക്ഷിക്കുക എന്നത് ഗവൺമെൻറ്റിൻ്റെ കടമയാണ്. ക്രമസമാധാനം, അതുപോലെ നിയമവാഴ്ച, പ്രതിരോധം, വിദേശ ബന്ധങ്ങൾ, ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നതും കാത്തു സൂക്ഷിക്കുന്നതും ഒക്കെ ഗവൺമെൻറ്റാണ്. ഇനി നമ്മൾ അടുത്ത് പറയുന്നത് പരമാധികാരം അഥവാ സോവറിറ്റി കുറിച്ചാണ്. എന്താണ് സോവറിറ്റി എന്ന് പറഞ്ഞാൽ ആഭ്യന്തര കലാപം പരിഹരിച്ചു ശ്രീലങ്ക ജനാധിപത്യത്തിലേക്ക്. അപ്പോൾ ആഭ്യന്തര കലാപം പരിഹരിച്ചു ശ്രീലങ്ക ജനാധിപത്യത്തിലേക്ക്. ഈ കുറച്ച് കട്ടിങ്സ് ആണ് തന്നിരിക്കുന്നത്. യുദ്ധഭീതി വിദേശത്തുള്ള വിദ്യാർത്ഥികളെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കുമെന്ന് ഇന്ത്യയും ചൈനയും പുതിയ സഹകരണ കരാറിൽ ഒപ്പുവെച്ചു. വയോജനക്ഷേമം നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കാനൊരുങ്ങി ഫ്രാൻസ്. അപ്പോൾ ഇതൊക്കെ ചില പത്രവാർത്തകളാണ്. മുകളിൽ കൊടുത്തിട്ടുള്ള വാർത്ത തലക്കെട്ടുകൾ ശ്രദ്ധിക്കൂ. ഓരോ വാർത്തയിലും രാജ്യങ്ങൾ അവരുടെ അധികാരം വിനിയോഗിച്ചുകൊണ്ട് വ്യത്യസ്ത മേഖലകളിൽ എടുത്തിട്ടുള്ള തീരുമാനങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കറിയാം ഓരോ രാജ്യങ്ങളുടെയും അധികാരമാണ് അല്ലേ വരുന്നത്. ഇത്തരത്തിൽ ബാഹ്യ ഇടപെടലുകൾക്കോ സമ്മർദ്ദങ്ങൾക്കോ വിധേയമാകാതെ തീരുമാനങ്ങൾ എടുക്കാനുള്ള രാഷ്ട്രത്തിൻ്റെ പരമമായ അധികാരമാണ് പരമാധികാരം. അപ്പോൾ എന്താണ് പരമാധികാരം? പരമാധികാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ബാഹ്യ ഇടപെടലുകൾക്കോ സമ്മർദ്ദങ്ങൾക്കോ വിധേയമാകാതെ തീരുമാനങ്ങൾ എടുക്കാനുള്ള രാഷ്ട്രത്തിൻ്റെ പരമമായ അധികാരമാണ് പരമാധികാരം. രാഷ്ട്രത്തിന് മാത്രമുള്ള ഒരു സവിശേഷതയാണ് പരമാധികാരം എന്ന് പറഞ്ഞാൽ. അപ്പോൾ രാഷ്ട്രത്തിന് മാത്രമുള്ള ഒരു സവിശേഷതയാണ് ഈ പരമാധികാരം. നിയമങ്ങൾ നിർമ്മിക്കുന്നതും രാഷ്ട്രീയ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതും പരമാധികാരത്തിൻ്റെ ഭാഗമായാണ്. അപ്പോൾ നിയമങ്ങൾ നിർമ്മിക്കുന്നതും ആരാണ്? അതുപോലെ രാഷ്ട്രീയ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതും പരമാധികാരത്തിൻ്റെ ഭാഗമായാണ്. രാഷ്ട്രം അതിൻ്റെ പരമാധികാരം വിനിയോഗിക്കുന്നതും കാത്തു സൂക്ഷിക്കുന്നതും ഗവൺമെൻറ്റിലൂടെയാണ്. അപ്പം രാഷ്ട്രം ചെയ്യുന്നത് എന്താണ്? രാഷ്ട്രം അതിൻ്റെ പരമാധികാരം വിനിയോഗിക്കുന്നതും കാത്തു സൂക്ഷിക്കുന്നതും ഗവൺമെൻറ്റിലൂടെയാണ്. ജനങ്ങൾ, ഭൂപ്രദേശം, ഗവൺമെൻറ് എന്നിവയുണ്ടെങ്കിലും പരമാധികാരമില്ലെങ്കിൽ രാഷ്ട്രത്തിന് നിലനിൽപ്പില്ല. അപ്പോൾ ആരൊക്കെയാണ് വേണ്ടത്? ജനങ്ങൾ, ഭൂപ്രദേശം, ഗവൺമെൻറ് എന്നിവയുണ്ടെങ്കിലും നമ്മുടെ രാഷ്ട്രത്തിന് പരമാധികാരമില്ലെങ്കിൽ ഒരു രാഷ്ട്രം നിലനിൽക്കില്ല എന്നാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഇനി മ്യാൻമറിൽ ജനാധിപത്യം അട്ടിമറിക്കപ്പെടുന്നു, ഇടപെടുമെന്ന് അമേരിക്കയുടെ മുന്നറിയിപ്പ്. ആണവ നയം രാജ്യത്തിൻ്റെ ആഭ്യന്തര വിഷയം, മറ്റ് രാജ്യങ്ങൾ ഇടപെടേണ്ടതില്ലെന്ന് ഇന്ത്യ. തന്നിരിക്കുന്ന വാർത്തകളിൽ ഏതിലാണ് രാഷ്ട്രത്തിൻ്റെ പരമാധികാരം പരിപാലിക്കപ്പെടുന്നത്? എന്തുകൊണ്ട് കുറിപ്പ് തയ്യാറാക്കും. അപ്പോൾ ആണവ നയം രാജ്യത്തിൻ്റെ ആഭ്യന്തര വിഷയം, മറ്റ് രാജ്യങ്ങൾ ഇടപെടേണ്ടതില്ലെന്ന് ഇന്ത്യ. അപ്പോൾ ഇവിടെയും പരമാധികാരം സൂചിപ്പിക്കുന്നതാണ്. അതുപോലെ മ്യാൻമറിൽ ജനാധിപത്യം അട്ടിമറിക്കപ്പെടുന്നു, ഇടപെടുമെന്ന് അമേരിക്കയുടെ മുന്നറിയിപ്പ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് പരമാധികാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിട്ട് പറയാം. രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ സ്ട്രിപ്പുകളിൽ രേഖപ്പെടുത്തി മേശപ്പുറത്ത് ബൗളിൽ നിക്ഷേപിക്കുക. ഇതൊക്കെ കുട്ടികൾക്കുള്ളൊരു റോൾ പ്ലേ സംഭവമാണ്. ഇനി നമ്മൾ പറയുന്നത് രാഷ്ട്ര രൂപീകരണ സിദ്ധാന്തങ്ങളെക്കുറിച്ചാണ്. രാഷ്ട്രത്തിൻ്റെ വിവിധ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നാം ചർച്ച ചെയ്തു. ഇനി രാഷ്ട്രം എങ്ങനെയാണ് രൂപം കൊണ്ടതെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. രാഷ്ട്ര രൂപീകരണത്തെ സംബന്ധിച്ച് നമ്മൾ ഇവിടെ കുട്ടികൾക്ക് ക്ലാസ്സിൽ പാനൽ ചർച്ചകളൊക്കെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. അവരുടെ അഭിപ്രായങ്ങൾ എപ്രകാരമാണ് അവതരിപ്പിക്കുന്നതെന്ന് നോക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ടീച്ചറും കുട്ടികളും തമ്മിൽ ഒരു പാനൽ ചർച്ച നടത്തിയ രാഷ്ട്ര രൂപീകരണ സിദ്ധാന്തങ്ങളെക്കുറിച്ച്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞത്? ശക്തർ അശക്തരെ ബലപ്രയോഗത്തിലൂടെ കീഴടക്കിയാണ് രാഷ്ട്രം സ്ഥാപിച്ചത്. കുട്ടികൾ വിവിധ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ശക്തർ അശക്തരെ ബലപ്രയോഗത്തിലൂടെ കീഴടക്കിയാണ് രാഷ്ട്രം സ്ഥാപിച്ചത്. അത് നമുക്ക് പരിഗണിക്കാവുന്നതാണ്. അല്ല, ജനങ്ങൾ രൂപപ്പെടുത്തിയ കരാറുകളാണ് രാഷ്ട്ര രൂപീകരണത്തിന് അടിസ്ഥാനമായത്. അപ്പോൾ മറ്റൊരു കുട്ടി പറയുന്നു എന്താണ്? അതൊന്നുമല്ല, ജനങ്ങൾ രൂപപ്പെടുത്തിയ കരാറുകളാണ് രാഷ്ട്ര രൂപീകരണത്തിന് അടിസ്ഥാനമായത്.
അപ്പോൾ അടുത്ത ആൾ പറയുന്നു, ഇതൊന്നുമല്ല ശരി, രാഷ്ട്രം ആരും നിർമ്മിച്ചതല്ല, ദീർഘകാല പരിണാമങ്ങളുടെ ഫലമായാണ് രാഷ്ട്രം രൂപീകരിക്കപ്പെട്ടതെന്ന് അടുത്തൊരു കുട്ടി പറയുന്നു. അതുപോലെ രാഷ്ട്ര രൂപീകരണവുമായി ബന്ധപ്പെട്ട് കുട്ടികൾ നടത്തിയ അഭിപ്രായ പ്രകടനങ്ങൾ ശ്രദ്ധിച്ചല്ലോ. രാഷ്ട്രം രൂപപ്പെടുന്നതിനിടയാക്കിയ വിവിധ സിദ്ധാന്തങ്ങളെക്കുറിച്ചാണ് അവർ പ്രതിപാദിച്ചത്. ചുവടെ കൊടുത്തിരിക്കുന്ന ആശയപടം പൂർത്തിയാക്കിയാലോ. അപ്പോൾ ഇവിടെ കുറച്ച് രാഷ്ട്ര രൂപീകരണ സിദ്ധാന്തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിലൊന്നാമത്തേത് ഇവിടെ ബലസിദ്ധാന്തത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ബലസിദ്ധാന്തം എന്ന് പറയുമ്പോഴേ നമുക്കറിയാം രാഷ്ട്രങ്ങൾ തമ്മിൽ എന്താണ്, അല്ലെങ്കിൽ ബലസിദ്ധാന്തം പറയുകയാണെങ്കിൽ കഴിവുള്ളവർ കഴിവില്ലാത്തവരെ ബലപ്രയോഗത്തിലൂടെ എന്ത് ചെയ്തു, പരാജയപ്പെടുത്തിയാണ് രാഷ്ട്രം രൂപീകരിച്ചത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുപോലെ സാമൂഹിക ഉടമ്പടി കരാർ സിദ്ധാന്തം എങ്ങനെയാണ്, ജനങ്ങൾ ഉണ്ടാക്കിയ കരാറുകളാണ് രാഷ്ട്ര രൂപീകരണത്തിന് അടിസ്ഥാനമായത്. അപ്പോൾ സാമൂഹിക ഉടമ്പടി കരാർ എന്ന് പറയുമ്പോൾ സമൂഹത്തിലെ ജനങ്ങൾ ചില കരാറുകൾ ഉണ്ടാക്കി ആ കരാർ എന്തിന് കാരണമായി, രാഷ്ട്ര രൂപീകരണത്തിന് കാരണമായി. അടുത്ത് നമ്മൾ പറയുന്നത് സാമൂഹിക പരിണാമ സിദ്ധാന്തം. അപ്പോൾ പരിണാമ സിദ്ധാന്തം, സാമൂഹിക പരിണാമ സിദ്ധാന്തം എന്തിനു വഴിതെളിച്ചു എന്ന് പറയുന്നുണ്ട്, രാഷ്ട്ര രൂപീകരണത്തിന് വഴിതെളിച്ചു എന്നും പറയുന്നുണ്ട്. അപ്പോൾ രാഷ്ട്ര രൂപീകരണ സിദ്ധാന്തങ്ങളിൽ ഏറ്റവും പ്രചാരം നേടിയതും പൊതുവെ അംഗീകരിക്കപ്പെട്ടതും സാമൂഹിക പരിണാമ സിദ്ധാന്തമാണ്. അപ്പോൾ സാമൂഹ്യജീവിയായ മനുഷ്യൻ എന്ത് ചെയ്യുന്നു, ക്രമേണ സമൂഹം കെട്ടിപ്പടുത്തു എന്നുള്ളതൊക്കെയാണ് സാമൂഹ്യ പരിണാമ സിദ്ധാന്തം വരുന്നത്. അപ്പോൾ ഇതനുസരിച്ച് രാഷ്ട്രം ആരുടെയും നിർമ്മിതിയല്ല, ദീർഘകാലയളവിനുള്ളിൽ നിരവധി ഘടകങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ ഫലമായാണ് രാഷ്ട്രം രൂപപ്പെട്ടത് എന്നാണ് സാമൂഹിക പരിണാമ സിദ്ധാന്തം പറയുന്നത്. അപ്പോൾ സാമൂഹിക പരിണാമ സിദ്ധാന്തം പറയുന്നത് എന്താണ്, രാഷ്ട്ര രൂപീകരണ സിദ്ധാന്തങ്ങളിൽ ഏറ്റവും പ്രചാരം നേടിയ സിദ്ധാന്തമാണ് സാമൂഹിക പരിണാമ സിദ്ധാന്തം. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, സാമൂഹിക പരിണാമ സിദ്ധാന്തം എന്ന് പറഞ്ഞ അഭിപ്രായ പ്രകാരം അല്ലെങ്കിൽ സാമൂഹിക പരിണാമ സിദ്ധാന്ത പ്രകാരം രാഷ്ട്രം ആരുടെയും നിർമ്മിതിയല്ല, രാഷ്ട്രം ആരും നിർമ്മിച്ചു വെച്ചതൊന്നുമല്ല, ദീർഘകാലയളവിനുള്ളിൽ നിരവധി ഘടകങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ ഫലമായാണ് എന്ത് ചെയ്തത്, രാഷ്ട്രം രൂപീകരിക്കപ്പെട്ടത് എന്ന് പറയുന്ന സിദ്ധാന്തമാണ് സാമൂഹിക പരിണാമ സിദ്ധാന്തം. ഇനി നമ്മൾ ഗോത്ര രാഷ്ട്രത്തിൽ നിന്ന് ദേശരാഷ്ട്രത്തിലേക്ക് എന്നൊരു ഭാഗമാണ് അടുത്ത് പഠിക്കുന്നത്. അത് നമ്മൾ പറയാൻ പോവുകയാണ്. ഗോത്ര രാഷ്ട്രത്തിൽ നിന്ന് ദേശരാഷ്ട്രത്തിലേക്ക്. ആധുനിക രാഷ്ട്രങ്ങളുടെ സ്വഭാവം ആദ്യകാല രാഷ്ട്രങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരുന്നു. രാഷ്ട്രങ്ങളുടെ സ്വഭാവത്തിൽ വന്ന മാറ്റങ്ങളാണ് ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അതിലൊന്നാമത്തേത് ഗോത്ര രാഷ്ട്രങ്ങൾ. രാഷ്ട്രീയ സ്ഥാപനങ്ങളുടെ സ്വഭാവം പൗരാണിക കാലത്ത് ചെറിയ തോതിലെങ്കിലും പ്രകടിപ്പിച്ചിരുന്നത് ഗോത്ര കൂട്ടായ്മകളാണ്. അപ്പോൾ നമ്മുടെ രാഷ്ട്രീയ സ്ഥാപനങ്ങളുടെ സ്വഭാവം പൗരാണിക കാലത്ത് ചെറിയ തോതിലെങ്കിലും പ്രകടിപ്പിച്ചിരുന്നത് ആരാ, ഗോത്ര കൂട്ടായ്മകളാണ്. ഒരേ വംശത്തിലുള്ള ജനനം, ഒരേ താല്പര്യങ്ങൾ, ഒരേ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്നിവയുടെ സ്വാധീനം ഗോത്ര രാഷ്ട്രങ്ങളുടെ രൂപീകരണത്തിന് കാരണമായി. അപ്പോൾ ഗോത്ര രാഷ്ട്രങ്ങൾ രൂപീകരിക്കാനുള്ള പ്രധാന കാരണം എന്താണ്, ഒരേ വംശത്തിലുള്ള ജനനം, ഒരേ താല്പര്യങ്ങൾ, ഒരേ സാമ്പത്തിക പ്രവർത്തനങ്ങൾ, ഇവയൊക്കെയാണ് ഗോത്ര രാഷ്ട്രങ്ങൾ രൂപീകരിക്കുന്നതിന് കാരണമാക്കിയത്. പൗരസ്ത്യ ഭരണ സംവിധാനങ്ങൾ. അടുത്ത് നമ്മൾ പറയുന്നത് പൗരസ്ത്യ ഭരണ സംവിധാനങ്ങൾ എങ്ങനെ രാഷ്ട്രത്തിൻ്റെ രൂപീകരണത്തിന് കാരണമായി. ആധുനിക രാഷ്ട്രങ്ങളുടെ ചില സവിശേഷതകൾ പ്രകടിപ്പിച്ചിരുന്നവയാണ് പൗരസ്ത്യ ഭരണ സംവിധാനങ്ങൾ. നദീതട സംസ്കാര കേന്ദ്രങ്ങളായ മെസപ്പൊട്ടോമിയ, ഈജിപ്റ്റ്, ചൈന എന്നിവ ഉദാഹരണങ്ങളാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ആധുനിക രാഷ്ട്രങ്ങളുടെ ചില സവിശേഷതകൾ പ്രകടിപ്പിച്ചിരുന്ന പൗരസ്ത്യ ഭരണ സംവിധാനങ്ങൾ. അതിൽ നമ്മൾ പറഞ്ഞ നദീതട സംസ്കാര കേന്ദ്രങ്ങൾ ഏതൊക്കെ, മെസപ്പൊട്ടോമിയ, അതുപോലെ ചൈനീസ്, ഈജിപ്റ്റ്, ഇതൊക്കെ ഈ പൗരാണിക ഭരണ സംവിധാനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. വെങ്കലയുഗ സംസ്കാര കേന്ദ്രങ്ങളായ ഇവിടങ്ങളിൽ ജനങ്ങൾ നാഗരിക ജീവിതമാണ് നയിച്ചിരുന്നത്. അടുത്തെന്താണ്, ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങൾ. ആധുനിക രാഷ്ട്രങ്ങളോട് ഏറ്റവും അധികം സാദൃശ്യം പുലർത്തുന്നവയാണ് ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങൾ. ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചായിരുന്നു. ഏതൻസ്, സ്പാർട്ട എന്നിവയൊക്കെ പ്രധാനപ്പെട്ട ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങളാണ്. അതുപോലെ തീബ്സ്, ഇതൊക്കെ എന്താണ് പ്രധാനപ്പെട്ട ഗ്രീക്കുകാരുടെ നഗരരാഷ്ട്രങ്ങളാണ്. ഇനി റോമാ സാമ്രാജ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ റോമാ സാമ്രാജ്യത്തിൽ നിലനിന്നിരുന്ന ഭരണ സംവിധാനം, നിയമം, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ
ആധുനിക രാഷ്ട്രങ്ങളോട് ഏറെ സമാനത പുലർത്തുന്നവയാണ്. അടുത്ത് നമുക്ക് പറയാൻ പറ്റുന്നത് ഫ്യൂഡൽ രാഷ്ട്രങ്ങളെക്കുറിച്ചാണ്. റോമ സാമ്രാജ്യത്തിൻ്റെ പതനശേഷം രൂപം കൊണ്ടതാണ് ഫ്യൂഡൽ രാഷ്ട്രങ്ങൾ എന്ന് പറയുന്നത്. ഫ്യൂഡലിസം ആയിരുന്നു ഈ രാഷ്ട്രങ്ങളുടെ പ്രധാന സവിശേഷത. അപ്പോൾ റോമ സാമ്രാജ്യം അധപ്പതിച്ചു. അതിനുശേഷമാണ് എന്ത് രൂപം കൊണ്ടത്? ഫ്യൂഡൽ രാഷ്ട്രങ്ങൾ രൂപം കൊണ്ടത്. ഫ്യൂഡൽ രാഷ്ട്രങ്ങളുടെ പ്രത്യേകത ഫ്യൂഡലിസം ആയിരുന്നു ഈ രാഷ്ട്രങ്ങളുടെ പ്രധാന സവിശേഷത. ഇവിടെ രാജാവ്, പ്രഭുക്കന്മാർ, കർഷകർ എന്നിങ്ങനെ അധികാര ശ്രേണി വിഭജിക്കപ്പെട്ടിരുന്നു. അപ്പോൾ ഏറ്റവും മുകളിൽ രാജാവ്, അതിനുശേഷം പ്രഭുക്കൾ, അതിനുശേഷം കർഷകർ എന്നിങ്ങനെയാണ് ഫ്യൂഡലിസത്തിൽ അധികാര ശ്രേണി വിഭജിച്ചിരുന്നത്. രാജാവിന് അധികാരം പരിമിതമായിരുന്നു, ഭരണാധികാരം പ്രഭുക്കൾക്കായിരുന്നു. അപ്പോൾ രാജാവിന് അധികാരം ഒന്നൊക്കെ വളരെ തുച്ഛമായ രീതിയിൽ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ അധികാരമൊക്കെ കൈയാളിയത് ആരാ? പ്രഭുക്കന്മാരായിരുന്നു. അടുത്ത് നമ്മൾ പറയുന്നത് ദേശരാഷ്ട്രങ്ങളെക്കുറിച്ചാണ്. യൂറോപ്പിലാണ് ആധുനിക ദേശരാഷ്ട്രങ്ങൾ പിറവിയെടുത്തത്. നവോത്ഥാന കാലഘട്ടത്തിൽ യുക്തിചിന്ത, ശാസ്ത്രബോധം തുടങ്ങിയ സാമൂഹ്യ ഘടനയിൽ മാറ്റങ്ങൾ വരുത്തി. അപ്പോൾ യുക്തിചിന്തയും ശാസ്ത്രബോധവും ഒക്കെ നവോത്ഥാനത്തോടനുബന്ധിച്ച് വന്നപ്പോൾ ഇതേ സാമൂഹ്യ ഘടനയിൽ എന്ത് ചെയ്തു? മാറ്റം വരുത്തി. വ്യവസായ വിപ്ലവം, കോളനിവൽക്കരണം, ദേശീയ ബോധം തുടങ്ങിയവയും ദേശരാഷ്ട്രങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമായി. അപ്പോൾ ദേശരാഷ്ട്രങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമായ മറ്റ് ഘടകങ്ങളാണ് വ്യവസായ വിപ്ലവം, കോളനിവൽക്കരണം, ദേശീയ ബോധം തുടങ്ങിയവയും ദേശരാഷ്ട്രങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമായി. ക്രമേണ ജനസംഖ്യ, ഭൂപ്രദേശം, ഗവൺമെൻറ്, പരമാധികാരം എന്നീ ഘടകങ്ങളെ അടിസ്ഥാനമാക്കി ദേശരാഷ്ട്രങ്ങൾ നിലവിൽ വന്നു. അപ്പോൾ എന്ത് ചെയ്തു? ജനസംഖ്യ, ഭൂപ്രദേശം, ഗവൺമെൻറ്, പരമാധികാരം എന്നീ ഘടകങ്ങളെ അടിസ്ഥാനമാക്കി ദേശരാഷ്ട്രങ്ങൾ നിലവിൽ വന്നു. അടുത്ത് നമ്മൾ പറയുന്നത് ഫ്യൂഡലിസം എന്താണെന്ന് നോക്കാം. പ്രഭുക്കന്മാർ തങ്ങളുടെ കൃഷിഭൂമിയിൽ പണിയെടുത്തിരുന്നവരെ അടിമകളെ പോലെ ചൂഷണം ചെയ്തിരുന്ന സാമൂഹിക ഭരണ വ്യവസ്ഥിതിയാണ് ഫ്യൂഡലിസം. അപ്പം എന്താ ഫ്യൂഡലിസം എന്ന് പറഞ്ഞാൽ? പ്രഭുക്കന്മാർ എന്ത് ചെയ്തിരുന്നു? തങ്ങളുടെ കൃഷിഭൂമിയിൽ പണിയെടുത്തിരുന്നവരെ അടിമകളെ പോലെ പരിഗണിച്ചു, അല്ലെങ്കിൽ ചൂഷണം ചെയ്തു. അതാണ് ഫ്യൂഡലിസം. ഒരു തുണ്ടുഭൂമി എന്നർത്ഥം വരുന്ന ഫ്യൂഡ് എന്ന ജർമ്മൻ പദത്തിൽ നിന്നാണ് ഫ്യൂഡലിസം എന്ന വാക്കുണ്ടായത്. അപ്പോൾ ഫ്യൂഡലിസം എന്ന വാക്ക് ഉരുത്തിരിഞ്ഞത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ ജർമ്മൻ ഭാഷയിൽ നിന്നാണ്. ജർമ്മൻ പദത്തിൽ നിന്നാണ് ഫ്യൂഡലിസം എന്ന വാക്കുണ്ടായത്. ഏത് ജർമ്മൻ പദം? ഫ്യൂഡ്, അതായത് ഒരു തുണ്ട് ഭൂമി. ഫ്യൂഡ് എന്ന് പറഞ്ഞാൽ ഒരു തുണ്ട് ഭൂമി എന്നർത്ഥം വരുന്ന ഫ്യൂഡ് എന്ന ജർമ്മൻ പദത്തിൽ നിന്നാണ് ഫ്യൂഡലിസം എന്ന വാക്കുണ്ടായത്. മധ്യകാല യൂറോപ്പിലാണ് ഫ്യൂഡലിസം നിലനിന്നിരുന്നത്. അപ്പോൾ ഫ്യൂഡലിസം നിലനിന്നത് എവിടെയാ? മധ്യകാല യൂറോപ്പിലാണ്. അടുത്ത് നമ്മൾ നവോത്ഥാനത്തെക്കുറിച്ചാണ് പറയുന്നത്. 14-15 നൂറ്റാണ്ടുകളിൽ ഇറ്റലിയിലും ഇതര യൂറോപ്യൻ രാജ്യങ്ങളിലും കലാവൈജ്ഞാനിക രംഗങ്ങളിലുണ്ടായ പുത്തൻ ഉണർവാണ് നവോത്ഥാനം. അപ്പോൾ നവോത്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണ്? 14-15 നൂറ്റാണ്ടുകളിൽ നമ്മുടെ ഇറ്റലിയിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലുമൊക്കെ നിലവിലിരുന്ന കലാവൈജ്ഞാനിക രംഗങ്ങളിലുണ്ടായ പുത്തൻ ഉണർവ്, അതാണ് നവോത്ഥാനം. മതപരമായ ആശയങ്ങളെക്കാൾ മനുഷ്യർക്ക് പ്രാമുഖ്യം കൽപ്പിക്കപ്പെട്ടു എന്നതാണ് ഈ കാലഘട്ടത്തിൻ്റെ പ്രധാന സവിശേഷത. അപ്പോൾ നവോത്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണ്? അതുവരെ മതപരമായ ആശയങ്ങൾക്ക് പ്രാധാന്യം നൽകിയെങ്കിൽ പിന്നീട് അത് മനുഷ്യർക്ക് പ്രാധാന്യം നൽകി എന്നതാണ് നവോത്ഥാനത്തിൻ്റെ പ്രത്യേകത. പെട്രാർക്ക്, ദാന്തെ, ഡാവിഞ്ചി തുടങ്ങിയവർ വിവിധ മേഖലകളിൽ നവോത്ഥാനത്തെ സ്വാധീനിച്ചവരാണ്. അപ്പം നവോത്ഥാനത്തെ സ്വാധീനിച്ച പണ്ഡിതന്മാർ ആരൊക്കെയെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം. പെട്രാർക്കുണ്ട്, ദാന്തെയുണ്ട്, ഡാവിഞ്ചി ഉണ്ട്. രാഷ്ട്രങ്ങളുടെ ഉത്ഭവവും വളർച്ചയും സംബന്ധിച്ച വർക്ക്ഷീറ്റ് പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാജാവ്, പ്രഭുക്കൾ, കർഷകർ എന്നിങ്ങനെയുള്ള അധികാര ശ്രേണിയിൽ രാജാവിന് പരിമിതമായ അധികാരം മാത്രം. ഇതൊക്കെ ഏതിൽ വരുന്നതാണ്? ഇത് ഫ്യൂഡൽ രാഷ്ട്രത്തിൽ വരുന്നതാണ്. ഫ്യൂഡലിസത്തിലാണ് ഇത് വരുന്നത്. ഇനി യുക്തിചിന്ത, ശാസ്ത്രബോധം, വ്യവസായ വിപ്ലവം, ദേശീയ ബോധം എന്നിവ ഇത്തരം രാഷ്ട്രങ്ങളുടെ ആവിർഭാവത്തിന് കാരണമായി. അതൊക്കെ എന്താണ്? ഏത് രാഷ്ട്രങ്ങളുടേതാ? ദേശരാഷ്ട്രങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമായി. അപ്പോൾ ദേശരാഷ്ട്രങ്ങളുടെ ഉത്ഭവം. ഇനി വെങ്കലയുഗ സംസ്കാര കേന്ദ്രങ്ങൾ ഈ ഭരണ സംവിധാനത്തിൽ ഉൾപ്പെടുന്നു. ഏതിലാണ് വെങ്കലയുഗ സംസ്കാരങ്ങൾ വരുന്നത്? അപ്പോൾ ഇവ ഉൾപ്പെടുന്നത് പൗരസ്ത്യ ഭരണ സംവിധാനങ്ങളിലാണ്. പൗരസ്ത്യ ഭരണ സംവിധാനങ്ങൾ ഒരേ വർഗത്തിലുള്ള ജനനം, പൊതു താല്പര്യങ്ങൾ, ഒരേ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്നിവ ഈ വിഭാഗം രാഷ്ട്രത്തിൻ്റെ പ്രത്യേകതകളാണ്. അത് നമ്മൾ പറഞ്ഞു. ഗോത്ര
വിഭാഗമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു വർക്ക്ഷീറ്റ് പൂർണ്ണമായി. ഇനി രാഷ്ട്രവും ഗവൺമെൻറ്റും പരസ്പര ബന്ധം. രാഷ്ട്രത്തിൽ ഭരണനിർവഹണം നടത്തുന്നത് ഗവൺമെൻറ് ആണെന്ന് നാം തിരിച്ചറിഞ്ഞല്ലോ. അവയുടെ കൂടുതൽ പ്രത്യേകതകൾ പരിശോധിച്ചാലോ എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കാം. രാഷ്ട്രവും ഗവൺമെൻറ്റും തമ്മിലുള്ള താരതമ്യത്തിനായി കിരൺ ശേഖരിച്ച വിവരങ്ങളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. തന്നിരിക്കുന്ന പട്ടികയിൽ അവ ഉചിതമായി ക്രമീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? പരമാധികാരമുണ്ട്, രാഷ്ട്രത്തിന് പരമാധികാരമുണ്ട്. ഗവൺമെൻറ് എന്താണ്? മാറിക്കൊണ്ടിരിക്കുന്നതാണ് ഗവൺമെൻറ് മാറിക്കൊണ്ടിരിക്കുന്നു. വിശാലമായ സങ്കല്പനമാണ്. രാഷ്ട്രമെന്ന് പറഞ്ഞാൽ വിശാലമായ സങ്കല്പനമാണ്. ഒരു സ്ഥിര സ്ഥാപനമാണ് രാഷ്ട്രം. രാഷ്ട്രത്തിൻ്റെ ഒരു ഘടകമാണ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. എല്ലാ ജനങ്ങളും ഇതിൽ ഉൾക്കൊള്ളുന്നു. അപ്പോൾ എല്ലാ ജനങ്ങളും രാഷ്ട്രത്തിൽ ഉൾപ്പെടുന്നു. ഭരണാധികാരികളും ഉദ്യോഗസ്ഥരും രാഷ്ട്രത്തിൽ ഉൾപ്പെടുന്നു. പരമാധികാരം വിനിയോഗിക്കുന്നത് ഈ ഏജൻസിയിലൂടെയാണ്. പരമാധികാരം വിനിയോഗിക്കുന്നത് ഏത് ഏജൻസിയിലൂടെയാണെന്നാണ് നമ്മൾ പറഞ്ഞത്? രാഷ്ട്രം എന്ന ഏജൻസിയിലൂടെയാണ് പരമാധികാരം വിനിയോഗിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഇനി രാഷ്ട്രം, ഗവൺമെൻറ്, അതിൻ്റെ പ്രത്യേകതകൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ജനങ്ങളും രാഷ്ട്രവും തമ്മിലുള്ള ബന്ധം സജീവമായി നിലനിർത്താൻ സഹായിക്കുന്നത് ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് ഇല്ലാതെ ഒരു രാഷ്ട്രത്തിന് നിലനിൽപ്പില്ല. അപ്പോൾ ജനങ്ങളും രാഷ്ട്രവും തമ്മിലുള്ള ബന്ധം സജീവമായി നിലനിർത്താൻ സഹായിക്കുന്നത് ആരാ? ഗവൺമെൻറ്റാണ് അല്ലേ? ഗവൺമെൻറ് ഇല്ലാതെ ഒരു രാഷ്ട്രത്തിനും നിലനിൽപ്പില്ല. രാഷ്ട്രത്തിൻ്റെ നിയമങ്ങളും നയങ്ങളും പരിപാടികളും നടപ്പിലാക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ വിവിധ ഘടകങ്ങളിലൂടെയാണ്. അവ ഏതൊക്കെയെന്നാണ് അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് നിയമനിർമ്മാണ വിഭാഗം അഥവാ ലെജിസ്ലേച്ചർ എന്ന് പറയുന്നു. രാജ്യത്തിന് ആവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കുക, നിലവിലുള്ള നിയമങ്ങളിൽ മാറ്റം വരുത്തുക തുടങ്ങിയവയാണ് നിയമനിർമ്മാണ വിഭാഗത്തിൻ്റെ പ്രധാന ചുമതലകൾ. അപ്പോൾ നിയമനിർമ്മാണ വിഭാഗം എന്തൊക്കെയാണ് ചെയ്യുന്നത്? രാജ്യത്തിന് ആവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കുന്നു, നിലവിലുള്ള നിയമങ്ങളിൽ മാറ്റം വരുത്തുന്നു. ഇതൊക്കെ ആര് ചെയ്യുന്നു? നിയമനിർമ്മാണ വിഭാഗം. രാഷ്ട്രഭരണത്തെ നിയന്ത്രിക്കുന്നതിൽ നിയമനിർമ്മാണ വിഭാഗത്തിന് കാര്യമായ പങ്കുണ്ട്. അപ്പോൾ രാഷ്ട്രഭരണം നിയന്ത്രിക്കുന്നതിൽ നിയമനിർമ്മാണ വിഭാഗത്തിന് കാര്യമായ പങ്കുണ്ട്. അടുത്ത കാര്യനിർവഹണ വിഭാഗം. നിയമനിർമ്മാണ സഭ നിർമ്മിക്കുന്ന നിയമങ്ങൾ നടപ്പിലാക്കുകയും ഭരണനിർവഹണം നടത്തിക്കുകയും ചെയ്യുന്നത് ആരാണ്? കാര്യനിർവഹണ വിഭാഗമാണ്. ഗവൺമെൻറ്റിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതും ഈ വിഭാഗമാണ്. അപ്പോൾ അതാണ് കാര്യനിർവഹണ വിഭാഗം. അപ്പോൾ നിയമനിർമ്മാണ സഭ നിർമ്മിക്കുന്ന നിയമങ്ങൾ എന്ത് ചെയ്യുന്നു? അത് നടപ്പിലാക്കുന്നതും അത് ഭരണനിർവഹണം നടത്തുന്നതും ചെയ്യുന്നത് ആരാണ്? ഈ കാര്യനിർവഹണ വിഭാഗമാണ്. ഗവൺമെൻറ്റിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതും കാര്യനിർവഹണ വിഭാഗമാണ്. ഇനി നീതിന്യായ വിഭാഗം എന്ത് ചെയ്യുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നതും തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നതും കുറ്റം ചെയ്തവരെ ശിക്ഷിക്കുന്നതും നീതിന്യായ വിഭാഗമാണ്. നിയമനിർമ്മാണ വിഭാഗം നിയമങ്ങൾ നിർമ്മിക്കുമ്പോൾ കാര്യനിർവഹണ വിഭാഗം അത് നടപ്പിലാക്കുന്നു. ഈ പ്രക്രിയകളിൽ ഉണ്ടാകുന്ന തർക്കങ്ങൾ പരിഹരിക്കുന്നത് നീതിന്യായ വിഭാഗമാണ്. ഗവൺമെൻറ്റിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് ഈ മൂന്ന് വിഭാഗങ്ങളും പരസ്പര പൂരകങ്ങളായി പ്രവർത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ സുതാര്യമായ പ്രവർത്തനത്തിന് ആവശ്യമായ അല്ലെങ്കിൽ ഏതെല്ലാം വിഭാഗങ്ങൾ ആണ് പരസ്പര പൂരകങ്ങളായി പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം നിയമനിർമ്മാണ സഭയും കാര്യനിർവഹണ സഭയും നീതിന്യായ സഭയുമാണ്. താഴെ തന്നിരിക്കുന്ന വാർത്താ തലക്കെട്ടുകൾ പരിശോധിക്കൂ. ഓരോന്നും നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നിവയുടെ അധികാര പരിധിയിൽ ഏതിലാണ് ഉൾപ്പെടുന്നതെന്ന് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്നും കൂടി ഒന്ന് നോക്കിപ്പോകാം. കോടതി നടപടിക്രമങ്ങൾ തത്സമയം സംപ്രേഷണം ചെയ്യുമെന്ന് സുപ്രീം കോടതി. അപ്പോൾ ഇത് ഏതിൽ വരുന്നതായിരിക്കും? നിയമനിർമ്മാണ സഭയിൽ, ആ നിയമനിർമ്മാണ വിഭാഗത്തിൽ വരുന്നതായിരിക്കും. വിദ്യാഭ്യാസ അവകാശ നിയമം കർശനമായി നടപ്പാക്കാൻ ഒരുങ്ങി ഗവൺമെൻറ്. അപ്പോൾ വിദ്യാഭ്യാസ അവകാശ നിയമം കർശനമായി നടപ്പാക്കുന്നത് ആരാണ്? നമ്മുടെ കാര്യനിർവഹണ വിഭാഗമാണ്. അതുപോലെ പരിസ്ഥിതി സംരക്ഷണം നിയമ ഭേദഗതി ഉടൻ. അപ്പോൾ പരിസ്ഥിതി സംരക്ഷണം നിയമ ഭേദഗതി ഉടൻ. ആരാണ് പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ടു? അതും നിയമനിർമ്മാണമാണ്. നിയമങ്ങൾ നിർമ്മിക്കുകയാണ്. പരിസ്ഥിതി സംരക്ഷണത്തിന് നിയമം കൊണ്ടുവരികയാണ്. സ്കൂളുകളിൽ ഹരിതചട്ടം കർശനമായി പാലിക്കണം വിദ്യാഭ്യാസ വകുപ്പ്. അപ്പോൾ അവിടെ എന്താണ്? വിദ്യാഭ്യാസ വകുപ്പ് ആണ്. അത് കാര്യനിർവഹണ വിഭാഗമാണ്. ട്രാഫിക് നിയമ പരിഷ്കരണം അത് നിയമനിർമ്മാണ വിഭാഗത്തിൽ വരുന്നതാണ്. പുതിയ ഗതാഗത നിയമ പരിഷ്കാരത്തിന് അംഗീകാരം നൽകി പാർലമെൻറ്റ്. അത്
നിയമനിർമ്മാണ വിഭാഗത്തിൽ വരുന്നതാണ്. രാഷ്ട്രസങ്കല്പത്തിൻ്റെ ഉൽപ്പത്തിയും വികാസവുമാണ് നാം പരിചയപ്പെട്ടത്. പുരാതന ഗോത്രഭരണ സംവിധാനത്തിൽ തുടങ്ങി ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായ ആധുനിക ദേശരാഷ്ട്രങ്ങളുടെ തലത്തിലേക്ക് നമ്മുടെ രാഷ്ട്രങ്ങൾ മാറിക്കഴിഞ്ഞു. സമത്വം, സ്വാതന്ത്ര്യം, പരമാധികാരം എന്നിവയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്ന ആധുനിക ദേശരാഷ്ട്രങ്ങൾ മനുഷ്യ പുരോഗതിയുടെ അടയാളപ്പെടുത്തൽ കൂടിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇനി ഇതിൽ കുറച്ച് തുടർ പ്രവർത്തനങ്ങളൊക്കെ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? നിയമനിർമ്മാണ സഭ, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം എന്നിവയുടെ പ്രവർത്തനങ്ങൾ നേരിട്ട് ബോധ്യപ്പെടുത്തുന്നതിനായി നിയമസഭ, കളക്ടറേറ്റ്, കോടതി എന്നിവിടങ്ങളിലേക്ക് ഒരു പഠനയാത്ര സംഘടിപ്പിക്കാൻ കുട്ടികൾക്ക് പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്ര രൂപീകരണത്തിലെ വിവിധ ഘട്ടങ്ങളും വളർച്ചയും ഉൾപ്പെടുത്തി ഗോത്ര രാഷ്ട്രങ്ങൾ മുതൽ ദേശരാഷ്ട്രങ്ങൾ വരെ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഉപവിഷയങ്ങൾ എന്തൊക്കെയാണ്? ഗോത്ര രാഷ്ട്രങ്ങൾ, ഗ്രീക്ക് നഗര രാഷ്ട്രങ്ങൾ, ഫ്യൂഡൽ രാഷ്ട്രങ്ങൾ, പൗരസ്ത്യ ഭരണ സംവിധാനങ്ങൾ, റോമൻ സാമ്രാജ്യം, ദേശരാഷ്ട്രങ്ങൾ, ഇങ്ങനെയൊക്കെ അതിന് ഹിൻഡും തന്നിട്ടുണ്ട്. ഇനി നിയമനിർമ്മാണ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം എന്നിവയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി ഇവയിൽ നിന്നുള്ള പ്രതിനിധികളുമായി അഭിമുഖം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. സംഘമായി ചോദ്യാവലി തയ്യാറാക്കിയ അഭിമുഖം സംഘടിപ്പിക്കും. ഇതൊക്കെ കുട്ടികൾക്കുള്ള വർക്കുകളാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ചെറിയൊരു ചാപ്റ്ററാണ്, 45 മിനിറ്റ് നമുക്കിത് പഠിക്കാനായിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ എന്തായാലും അഭിപ്രായവും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടണേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് യു.